ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദുട്ടിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദുട്ടി കിടക്കുവാണ്. കുളിച്ചിട്ട് തലമുടി കെട്ടിവെച്ചാണ് കേട്ടോ. ഫിസിയോതെറാപ്പി പോകണം, 10 മണിയായി. ഇന്നിപ്പോൾ താമസിച്ച് പോയിട്ടോ. ഒരുപാട് താമസിച്ച് പോയ ദിവസമാണ്. ആദുട്ടി അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദുട്ടിക്ക് ഞാൻ പാലൊക്കെ കൊടുത്ത് ആളെ അവിടെ കിടത്തിയേക്കുവാണ്. അപ്പോൾ ആദുട്ടി ഇവിടെ കിടക്കുവാണ്. ആദുട്ടിക്കൊരു പാലൊക്കെ കുടിച്ചാലും ചെറുതായിട്ടൊരു വഴക്കുണ്ട് കേട്ടോ. കാരണം രാവിലെ ഞാനിട്ട് കൊഞ്ചിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വഴക്കുണ്ട്. എന്നെ കാണുമ്പോഴത്തേക്കും ബെഡിൽ നിന്നൊക്കെ എടുത്ത് പറന്ന് ചാടുന്ന കേട്ടോ. അതാണ് ഇപ്പോൾ കണ്ടത്. കാഴ്ച കിടന്ന് കളിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് എടുത്ത ഒരൊറ്റ ചാട്ടം. ആദുട്ടി ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നത്, അപ്പം ചുടാൻ വേണ്ടിയിട്ട് കേട്ടോ. 3 അപ്പം മതി, അല്ല 4 അപ്പം മതി. ആദുട്ടിക്കും എനിക്ക് മാത്രം മതി, വേറെ ആർക്കും വേണ്ട. അപ്പം ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നത് അല്ലേ പിന്നെ ആദുട്ടിൻ്റെ കേക്ക് ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യം പറയാനുണ്ട്, പറയാം. ആദുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്. ഒരു ചേച്ചി ഇന്നലെ എന്നെ വിളിച്ചതാണ്. എന്തോ ഒരു സന്തോഷമെന്നറിയാമോ? നമ്മുടെ ബിന്ദു ചേച്ചി വിളിച്ചിട്ട് പറയാം, മോനെ എനിക്കൊന്ന് എടുത്തിട്ട് ഒരു ഉമ്മ കൊടുക്കാൻ കൊതിയായിട്ട് വയ്യുന്നു. ബിന്ദു ചേച്ചി വീഡിയോ കാണും, എനിക്കറിയാം. ബിന്ദു ചേച്ചി ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര്, ആദുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നെഗറ്റീവുകൾക്കൊക്കെ അതിനുള്ളിൽ വിട അല്ലേ, നമ്മൾ ആരെ മൈൻഡ് ചെയ്യുന്നു. അപ്പം ഞാൻ പോയിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. കുറേ പേര് കൊച്ചിനെ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനത്തെ കൊച്ചിനെ കിട്ടിയത് കുറേ നാളുകൊണ്ട് ഞാൻ കേൾക്കുന്നതാണ്. നിനക്ക് കൊച്ചിനെ ഇങ്ങനെ കിട്ടിയില്ലേടി, അത് നിൻ്റെ ശാപമല്ലേ? ഒരു ശാപമല്ല കേട്ടോ. ആദുട്ടി ഞങ്ങളുടെയൊക്കെ നിധിയാണ്. അപ്പം ഇത് അനുഭവിക്കാനും ഒരു യോഗം വേണം. ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ കൊച്ചിനെ എവിടെയും വന്നിട്ട് ഞാൻ അവൻ്റെ തീട്ടോ മൂത്രമോ ഒന്നും ആരും കൊണ്ടും എടുപ്പിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് കുട്ടീനെ തൊട്ടുള്ള കളി വേണ്ട. അപ്പം അങ്ങനെ പറഞ്ഞവർക്കൊക്കെ എതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ കിട്ടിക്കോളൂ കേട്ടോ, കുഞ്ഞിനെ പറഞ്ഞിട്ടുള്ള കളിയെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൊച്ചിനെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് എനിക്കറിയാം. വേറെ ഒരുത്തിനെയും ആരെയും പേടിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്നാൾ വീട്ടിൽ വന്നവളോട് ഞാൻ പറയുകയാണ്, മോള് എൻ്റെ വീട്ടിൽ തന്നെ വരണം കേട്ടോ. കാരണം നീ എൻ്റെ വീട്ടിൽ വരേണ്ട, എൻ്റെ ആവശ്യമാണ്, നീ ഒന്ന് വരണേ. പിന്നെ ആദുട്ടീനെ വെച്ച് നിനക്ക് കിട്ടിയത് ശാപം എന്നൊക്കെ പറയുന്നവരോട്, എടി ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ മക്കളെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ശാപമെന്ന് പറയുന്നത്? ദൈവത്തിന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആദുട്ടീനെ തന്നത്. ആദുട്ടിയുടെ കാര്യം പറഞ്ഞാൽ തളർത്താമെന്ന് വിചാരിച്ചിട്ട് ആരും വരണ്ട കേട്ടോ. ഞാൻ ഒരിക്കലും തളരില്ല. ഞാൻ ഹാപ്പിയാണ്. ആദുട്ടിയുള്ള കാരണം ഞാൻ 100% ഹാപ്പിയാണ് കേട്ടോ. കാരണം അവൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദുട്ടിയുടെ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തളർത്താൻ വേണ്ടിയിട്ട് മെനക്കെട്ട് ആരും വരണ്ട. തളരാൻ ഞങ്ങൾക്ക് മനസ്സില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടത്? മക്കളെ കൊണ്ടുപോയിട്ട് അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നമില്ലാത്ത മക്കളെ കൊണ്ടുപോയിട്ട് കൊന്നു കളയുന്ന അമ്മമാരെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. കുറച്ച് പേരോടാ കേട്ടോ, കുറച്ച് ചൊറിയും പുഴുക്കളോടാണ് പറയുന്നത്. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ തളർത്താനോ ഒന്നിനും ആരും വരണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എനിക്ക് ഈ ദോശക്കല്ലിൽ ഒഴിക്കുന്ന ചട്ടിയില്ലേ, അതുപോലെയാണ് നിങ്ങൾ കേട്ടോ. കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചിനെ തൊട്ടുള്ള കളി വേണ്ട. അവനങ്ങനെ ആയതിന് ഞങ്ങൾ ഹാപ്പിയാണ്. അതിന് നിങ്ങൾക്ക് എന്താണ് നഷ്ടം? അവനങ്ങനെ ആയിക്കോട്ടെ. ആദുട്ടി അങ്ങനെയാണേലും ആദുട്ടിനെ എന്തൊരു സ്നേഹമുള്ള മോനെന്നറിയാമോ? അവനങ്ങനെ ആയാലും അവന് ഞങ്ങൾക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ പറഞ്ഞ് ഇനി ഇടാന്നുള്ള വിചാരം വേണ്ട, കൊച്ചിനെ പറഞ്ഞ് തളർത്താന്നുള്ള വിചാരം വേണ്ട. നിങ്ങൾ പറയും തോറും ഞാൻ 100 വട്ടം പവറായി തിരിച്ചു വരും. നമ്മളെ സ്നേഹിക്കുന്നവരോടല്ല പറയുന്നത് കേട്ടോ. കുറച്ച് അസുഖമുണ്ട്, അവരോടാണ് പറയുന്നത്. എനിക്ക് അവനെ എടുത്തുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുഞ്ഞിനെ എടുക്കാതെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, തളരരുത് കേട്ടോ, തളരരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് കാലം കാത്തു വെച്ചത് ദൈവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തരട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ആയി വന്നിട്ടുണ്ട്. 4 എണ്ണേ ചുടുന്നുള്ളൂ കേട്ടോ, 4 അപ്പേ ചുടുന്നുള്ളൂ. ആദുട്ടിക്ക് എനിക്ക് മാത്രം, മാളൂസൊന്നും അപ്പം വേണ്ടേ, അതുകൊണ്ട് എനിക്ക് മാത്രമേ ചുടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകണം. രാവിലെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു അബദ്ധം മാത്രം പറ്റി, ചോറ് വെച്ചത് പായസമായിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ മാളൂസിന് ഇച്ചിരി വേറെ ചോറ് വെച്ച് കൊടുക്കണം. പിന്നെ അപ്പം ചുടുവാണേ. നമ്മൾ അപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ചുട്ടു, 2 കൂടി മതി. പിന്നെ കൊച്ചിനെ പറയുന്നവർ ഞങ്ങൾക്കില്ലാത്ത വിഷമം ആർക്കും വേണ്ട കേട്ടോ. ആരും അവൻ്റെ തീട്ടോ മൂത്രമോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പൈസ കടം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേരോട് എൻ്റെ ഗതികേട് വരുമ്പോൾ പൈസ കടം ചോദിച്ചിട്ടുണ്ട്. അത്
എൻ്റെ ഗതികേടിൻ്റെ സമയത്താണ്. അത് ലക്ഷങ്ങളും കോടികളൊന്നുമില്ല. 500, 1000, 2000, ഏറ്റവും കൂടുതൽ ചോദിച്ചത് 2000 ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ 5000 ആയിരിക്കും. അത് മോൻ്റെ ആവശ്യം വന്നുകൊണ്ട് മാത്രമാണ്. അതിപ്പോൾ എനിക്കിനിയിപ്പോൾ പിച്ചച്ചട്ടി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞാൻ പിച്ചച്ചട്ടി എടുക്കും. അതിന് ആർക്കാണ് നഷ്ടം? തിന്നാനും വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ അതുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കും അറിയാം അല്ലേ. പറയുന്നത് എനിക്ക് വിഷമമാവും, എൻ്റെ മനസ്സിൽ തൊള്ളൂന്ന് കൊണ്ടിട്ടാണെങ്കിൽ വെറുതെയാണ്. കാരണം പട്ടികൾ കുറച്ചിട്ടുണ്ട്, ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ആരും മൈൻഡ് ചെയ്യല. അതുകൊണ്ട് തളർത്താൻ വേണ്ടി വരരുത്, തളരുകയില്ല. കാരണം എൻ്റെ മുന്നിൽ ഞാൻ അന്നും ഇന്നും പറയുന്നതാണ്, എൻ്റെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആര് തളർത്താൻ വന്നാലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. അത് അങ്ങനെ തന്നെയുള്ളൂ, മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ ചാനൽ ഞാൻ തുടങ്ങും. കാരണം എനിക്ക് പറ്റുന്നത്രയും കാലം ഞാൻ യൂട്യൂബ് ചാനൽ, ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയില്ലേ ശരി, ഞാൻ വീഡിയോ ഇടുകയും ചെയ്യും, ആദുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരികയും ചെയ്യും. ആദുട്ടിയുടെ കാര്യം നോക്കി 24 മണിക്കൂറും അവൻ്റെ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന എനിക്കില്ലാത്ത വിഷമം ഒരുത്തിക്കും വേണ്ട കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ, പറഞ്ഞവർക്ക് മനസ്സിലായും കാണൂലേ. പിന്നെ കുറച്ച് പേരോട് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിലേ നമ്മളൊന്നും അല്ലാതായി പോകും കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഓരോരോ ഡോസ് കൊടുക്കണം. ഇപ്പം എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ, എന്നോട് മിണ്ടരുതെന്ന് ഒന്നും മിണ്ടണ്ടാന്ന് നമ്മുടെ ഷിതയും മഹേഷും രാജീവേട്ടനും നമ്മുടെ ശ്രീജമ്മയൊക്കെ പറയുന്നവരവിടെ പറഞ്ഞോട്ടെ, ഒന്നും പറയണ്ടാന്ന്. ഇത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറയും ഒന്നും പറയണ്ട. നമ്മുടെ ബിനു ആണേലും, ഷിതയുടെ ഹസ്ബൻഡാണ് കേട്ടോ ബിനു, ഒന്നും പറയണ്ട എന്ന് പറയും. പക്ഷേ ബിനു അടിയിൽ കൂടി അവർക്ക് സൈബറിൽ പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ധിക്കരിച്ച് ഞാനൊന്നും കരുതിയെന്ന് പറഞ്ഞെന്ന് വിചാരിക്കരുത്. നമ്മളെ മഹേഷാണേലും മഹേഷ് പറയും നെഗറ്റീവ് വന്നോട്ടെ, മൈൻഡ് ചെയ്യേണ്ടെന്ന് മഹേഷാണേലും പറയുള്ളൂ. എപ്പോഴും വിളിച്ചാലും മഹേഷ് പറയുള്ളൂ നെഗറ്റീവ് വന്നാൽ മൈൻഡ് ചെയ്യേണ്ടെന്നാണ് മഹേഷ് പറയുന്നത് കേട്ടോ. മഹേഷ് മാത്രമല്ല, നമ്മുടെ ഷിതയും രാജീവേട്ടനും ശ്രീജമ്മയും എല്ലാവരും ഒരുപാട് പേര്, നമ്മുടെ ഷൈനി ചേച്ചി, ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്നെ സ്വന്തം കൂടപ്പിറപ്പുകളോടെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കൈത്താങ്ങായി സപ്പോർട്ടായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്, ആരോടും പറയാതെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടൊന്നും തോന്നരുത്. ഈ ഒരു മറുപടി ആവശ്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സന്തോഷമായില്ലേ, കേൾക്കുന്നവർക്ക് സന്തോഷമായില്ലേ? വയറ് നിറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നു. ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തിരിച്ചു തരാം. തളർത്താൻ നോക്കണ്ട, തളരില്ല കേട്ടോ. ആരുടെയും പേര് ഞാൻ പറയുകയില്ല. കാരണം നിങ്ങൾ റീച്ച് ആവണ്ടല്ലോ. ഞാൻ കാരണം എന്തിനാണ് റീച്ച് ആവുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആരുടെയും പേര് ഞാൻ പറയുകയില്ല. നിങ്ങളുടെ പുറകെ നിങ്ങളുടെ കമൻറ്റ് നോക്കി നിങ്ങളുടെ വർത്തമാനവും കേട്ട് നടക്കാൻ എനിക്കൊട്ട് സമയവും ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്കങ്ങനെ ഇത് നോക്കി യൂട്യൂബ് നോക്കി അതും ഇതും നോക്കി നടന്നാൽ മതി. എനിക്കതല്ല കേട്ടോ. എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് തെറാപ്പിക്ക് പോകണം. എനിക്ക് വലിയ കാര്യങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ കുതിരയായി നടന്നാൽ പോരാ. അങ്ങനെ നമ്മുടെ അപ്പം ചുട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അധ്യായം കഴിഞ്ഞു. തളർത്താൻ നോക്കണ്ട, തളരില്ല. അധ്യായം ഞാനിവിടെ നിർത്തുവാണ്. ഇനിയിപ്പോൾ അതുട്ടിക്ക് ദോശയും മീൻകറിയാണ് കേട്ടോ. മീൻകറി ആൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ദോശയും മീൻകറിയാണ്. ഇന്നിപ്പോൾ ഒന്ന് പുറത്ത് പോകണം കേട്ടോ. ചെറിയൊരു ആവശ്യമുണ്ട്, ഒന്ന് പുറത്ത് പോകണം. കണ്ണിൻ്റെ വെള്ളം തടിച്ച് പുറത്ത് പോകണം. മീൻകറി എടുക്കാം. ഉണ്ണിക്കൂടെ സ്കൂളിൽ പോയി കേട്ടോ. മാളക്കൊച്ച് ഇവിടെയുണ്ട്. പിന്നെ ഈ യൂട്യൂബ് തുടങ്ങിയത്, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 1.5 കൊല്ലമായിട്ടുള്ളൂ. അതുട്ടിക്ക് 7 വയസ്സായി. 7 വയസ്സ് വരെ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെയാണ് നോക്കിയത്. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 കൊല്ലം 1.25 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ യൂട്യൂബ് വെച്ച് തെണ്ടുക എന്ന് പറഞ്ഞാൽ അതുവരെ ഞങ്ങൾ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ട്. വായിന്നറിയാതെ വീണ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. ആദൂട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് അപ്പം കൊടുത്ത് ഇനി ആദൂട്ടിനെ കൊണ്ട് തെറാപ്പിക്ക് പോകണം. ആദൂട്ടിനെ അധികാരം കണ്ടിട്ടില്ല, കാണിച്ചു തരാം. അവനെ എടുത്തു വെച്ച് അവനെ വിഷമിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേസ് വിട്ടു കേട്ടോ. അല്ലേ? അതുട്ടി ഫുഡ് കൊടുക്കാൻ എടുക്കുവാണ് കേട്ടോ. പൊന്നാ ഫുഡ് കഴിക്കാം. അപ്പോൾ എടുക്കട്ടെ. അതുട്ടിക്ക് അപ്പവും മീൻകറിയാണ് കേട്ടോ. അത് കൊടുക്കട്ടെ. 11 മണിയാകുമ്പോഴത്തേക്ക് തെറാപ്പി സെൻറ്ററിൽ എത്തിയാൽ മതി. അവിടെ നമ്മൾ ചെന്നാലും വെറുതെ ഇരിക്കണം, അവിടെ ആളുണ്ടാവും. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേക്ക് ചെന്നാൽ മതി കേട്ടോ.
നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. പക്ഷെ ആള് കേട്ടോ എവിടെയാന്ന്, അവള് നിലത്തിറങ്ങി നിൽക്കുവാണ്. അതുകൊണ്ട് മടിയിലിരുത്തിയാലും ഇരിക്കുകയല്ലോ കേട്ടോ, നിലത്തിറങ്ങി പോവുകയാണ്. അപ്പം 10:15 തെറാപ്പിക്ക് പോകാൻ സമയം അധികമായിട്ടോ. അതുകൊണ്ടാണ് ഞങ്ങള് അല്ലേ മീൻ ഇഷ്ടാണ്. മീൻ ഇഷ്ട മീൻ ഇഷ്ട കുട്ടിയെ കണ്ടോ. ഇത്രയും പെപ്പറാളാണ് കേട്ടോ രാവിലത്തെ ഫുഡ് കൊടുക്കുമ്പോ. കണ്ടോ എന്നാ തട്ടി തെറിപ്പിക്കുവേ. രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് കേട്ടോ. ചില ദിവസം അങ്ങ് ഇതിപ്പോൾ മരുന്നെടുത്താലോ അത് ഇന്നിപ്പോൾ നേരത്തെ മരുന്ന് കൊടുത്തു, അതുകൊണ്ടാണ് മരുന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. ദോശ കഴിക്കാൻ ഭയങ്കര മടി. അല്ല അപ്പം മീൻകറി, സോറി തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ടേക്ക് ഫുഡ് കൊടുക്കുവാണ്. ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ തെറാപ്പിക്ക് പോയി. വിളിക്കാലോ കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കേട്ടോ. ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നു. മരുന്ന് കുടിച്ചതിൻ്റെയാണ് കേട്ടോ ദേഷ്യം. മരുന്ന് കുടിച്ചോണ്ട് മരുന്ന് തന്നോ? അയ്യോ പുതിയ ഉടുപ്പാണ് ആ തുട്ടീൻ്റെ അല്ലേ? പുതിയ ഉടുപ്പാണ് എൻ്റെ കുഞ്ഞാവേൻ്റെ പുതിയ ഉടുപ്പ്. പൊട്ടൊക്കെ തൊട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പൊട്ട് തടാതെ ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. മരുന്ന് കുടിക്കണ്ടേ? വാവ് മാറണ്ടേ? മരുന്ന് വേണ്ടേ? തൊട്ടില്ല കേട്ടോ. ഇനി ആദുവിന് മരുന്ന് കൊടുക്കൽ നിർത്തി. ആദുട്ടിക്ക് ആദ്യത്തെ പോലെയല്ല. ഇപ്പം മരുന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് ഇനി തൊട്ട് ഞങ്ങൾ മരുന്നില്ല, മരുന്ന് നിർത്തുക. മരുന്ന് എനിക്ക് കൊടുക്കുന്നില്ല. കൊച്ചിന് വിഷമമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. കൊച്ചിന് വിഷമമാണെങ്കിൽ ഇനി ഞങ്ങൾ മരുന്നൊന്നും തരില്ല കേട്ടോ. മരുന്നൊന്നും കുഞ്ഞാവയ്ക്ക് കൊടുക്കത്തില്ല അമ്മ. മരുന്നൊന്നും ഇല്ലാത്ത കുഞ്ഞാണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അതുട്ടി അമ്മ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ ഉമ്മ.